കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. ജനുവരി 4 മുതൽ 12 വരെ പൂവൽ ബഞ്ചുകോട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന മേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് അധികൃതർ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി 100-ലധികം സ്റ്റാളുകളാണ് മേളയിൽ സജ്ജമാക്കുന്നത്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി എല്ലാ ദിവസവും സെമിനാറുകളും ക്ലാസുകളും ഉണ്ടാകും. മാത്രമല്ല, മേളയുടെ ഭാഗമായി കർഷക അവാർഡുകളും നൽകും. ചെർക്കള ജാൽസൂർ സംസ്ഥാനപാതയിൽ പൂവൽ ടൗണിനോട് ചേർന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മൈതാനിയിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ഫെയിം 2025 എന്ന പേരിൽ ജനുവരി 4 മുതൽ 12 വരെ നടത്തുന്ന മേളയെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആഗ്രോഫെസ്റ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. CPCRI, അതുപോലെ തന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രം, പടന്നക്കാട് കാർഷിക കോളേജ്, കൃഷി വകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള ആത്മാ പ്രൊജക്ട്, കൃഷി ഭവനുകൾ, അതുപോലെ തന്നെ കർഷകരുടെ FPO സ്വയം സഹായക സംഘങ്ങൾ, ബേഡക്ക പഞ്ചായത്ത് അവിടുത്തെ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കി വരുന്ന ബേടകം തെങ്ങ്, അതുപോലെ തന്നെ അതുപോലെയുള്ള സംരംഭങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ സ്റ്റാളുകൾ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഗുണകരമാകുന്ന നിലയിലേക്കുള്ള സ്റ്റാളുകളുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളുമുണ്ട്. വ്യവസായ വകുപ്പ് ജില്ലാ പഞ്ചായത്തുമായി യോജിച്ചുകൊണ്ട് 20-ലധികം സ്റ്റാളുകൾ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ വിഭിന്നമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്നാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. CPCRI, കൃഷിവകുപ്പ്, ക്ഷീരവകുപ്പ്, വ്യവസായ വകുപ്പ്, പ്ലാന്റേഷൻ, മൃഗസംരക്ഷണം, വനം, വന്യജീവി വകുപ്പ്, കുടുംബശ്രീ തുടങ്ങി വിവിധ സർക്കാരിതര സ്റ്റാളുകൾ മേളയുടെ ഭാഗമായി ഉണ്ടാകും. അനുബന്ധമായി പകൽ നേരങ്ങളിൽ വിവിധ ക്ലാസുകളും വൈകുന്നേരങ്ങളിൽ സെമിനാറുകളും സായാഹ്നങ്ങളിൽ കലാസന്ധിയും ഒരുക്കിയിട്ടുണ്ട്. കാർഷിക രംഗത്തെ വിദഗ്ധരാണ് ക്ലാസുകൾക്കും സെമിനാറുകൾക്കും നേതൃത്വം നൽകുക. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭകത്വ സാധ്യതകളും, ആധുനിക രീതിയിലുള്ള കോൺകൃഷി, തേനീച്ച വളർത്തുന്നതിലൂടെയുള്ള ഉൽപാദന വർധനവ്, നൂതന രീതിയിലുള്ള വളപ്രയോഗവും കീടരോഗ പരിപാലനവും തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടക്കുക. ഗാനമേള, യുവജനോത്സവം, ഇശൽരാവ്, നാടകോത്സവം, കുടുംബശ്രീ കലോത്സവം, നാടൻപാട്ട് എന്നിവയെല്ലാം മേളയ്ക്ക് ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും പൊലിമ പകരും. DC ബുക്സ്, മാതൃഭൂമി തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകോത്സവവും മേളയുടെ ഭാഗമായുണ്ട്. 12 വൈകുന്നേരം കർഷക അവാർഡ് പ്രഖ്യാപനത്തോടുകൂടി കാർഷിക മേളയ്ക്ക് സമാപനം കുറിക്കും. ശ്രീ V. അബ്ദുൾ റഹ്മാനാണ് ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞുമ്പ അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പത്മശ്രീ സത്യനാരായണ ബലേരി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കർഷക അവാർഡുണ്ട്. അവാർഡിന്റെ പ്രഖ്യാപനവും സമാപന സമ്മേളനവും 12-ാം തീയതി വൈകുന്നേരമാണ്. ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കാസർഗോഡിന്റെ MLA ബഹുമാനപ്പെട്ട NA നെല്ലിക്കുന്നാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. വിവിധ സെമിനാറുകളിൽ നമ്മുടെ ജില്ലയിലെ MLA-മാരായിട്ടുള്ള ശ്രീ E. ചന്ദ്രശേഖരൻ, M. രാജകുമാരൻ, അതുപോലെ തന്നെ AK അഷ്റഫ്, ഇവർ 3 സെമിനാറുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK നാരായണൻ, BDO NA മജീദ് എന്നിവരാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി പ്രദർശന മേള സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.